എറണാകുളം മരടിൽ ടൂറിസ്റ്റ് ബോട്ട് തകരാറിലായത് വിദേശ വിനോദസഞ്ചാരികളെ അടക്കം പരിഭ്രാന്തിയിലാക്കി. മരട് കായലിൽ ടൂറിസ്റ്റുകളുമായി സവാരിക്ക് പോയ സ്വകാര്യ ബോട്ടാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കായലിൽ ഒഴുകി നടന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഇതേ കമ്പനിയുടെ മറ്റൊരു ബോട്ടെത്തി തകരാർ പരിഹരിച്ച് ബോട്ട് സുരക്ഷിതമായി കരക്കടുപ്പിച്ചു. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇന്നലെ വൈകിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നീട് ആ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? ജിൽസി നൌഫൽ, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. മരട് കായലിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ ബോട്ടിൻ്റെ എഞ്ചിനാണ് തകരാറിലായത്. ബോട്ട് തകരാറിലായതിനെ തുടർന്ന് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട കായലിൽ ഒഴുകി നടക്കുകയായിരുന്നു. ബോട്ടിൽ വിദേശ വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഈ ബോട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇങ്ങനെ കായലിലൂടെ ഒഴുകി നടന്നതോടുകൂടി സഞ്ചാരികൾ പരിഭ്രാന്തരാവുകയും ചെയ്തു. പിന്നീട് ഇതേ കമ്പനിയുടെ തന്നെ മറ്റൊരു ബോട്ട് അവിടെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ആ ബോട്ട് എത്തിയാണ് ഈ തകരാർ പരിഹരിക്കുകയും ചെയ്തത്. തകരാർ പരിഹരിച്ചതിനെ തുടർന്ന് സുരക്ഷിതമായി ഈ ബോട്ടിലുണ്ടായിരുന്നവരെ കരയ്ക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും തലനാരിഴയ്ക്ക് ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഡിസംബർ 30-ന് ഈ കൊടുങ്ങല്ലൂർ പോർട്ട് അധികൃതർ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ പല ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്ന പല ബോട്ടുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബോട്ടുകൾ ഈ സഞ്ചാരികളുമായി സർവീസ് നടത്തുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ഇതിനോടകം തന്നെ പൊതുപ്രവർത്തകരടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സഞ്ചാരികൾക്ക് ആർക്കും പരിക്കില്ല, സുരക്ഷിതമായി അവർ കരക്കെത്തി എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയും ഇതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്.